കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പൊന്നു ഗുരുവായൂരപ്പന്റെ മുന്നിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. നാരായണീയം പാരായണത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 6 ദശകങ്ങൾ ഇതുവരെ ചൊല്ലാൻ പഠിച്ചു. ഇനി നമുക്ക് 7ാമത്തെ ദശകം ചൊല്ലാൻ പഠിക്കാം. അതിനു മുന്നേ നമുക്ക് ധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. ഷെയർ ചെയ്യാം. गजाननं भूतगणादिसेवितं कपित्थजम्बूफलसारभक्षितम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। सान्द्रानन्दावबोधात्मकम् अनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनः पुरुषार्थात्मकं ब्रह्मतत्त्वम् तत्तावद्भाति साक्षात् गुरुपवनपुरे अन्धभाग्यं जनानाम्। नम्राणां सन्निधत्से सततमपि पुनस्तैर्यनभ्यर्थितानपि अर्थान् कामानजस्रं वितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफल पारिजातो हरे त्वं क्षुद्रं तं चक्रवाडी द्रुमवभिलषति व्यर्थमर्तिव्रजोऽयम्। सूर्यस्पर्धिकिरीटमूर्ध्वतिलगप्रोद्भासि भालान्तरम् कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासापुडम् गण्डोद्यन्मकराभकुण्डलयुगं कण्डोज्ज्वलत्कौस्तुभम् त्वद्रूपं वनमाल्यहारपडल श्रीवत्सदीप्रं भजे। केयूराङ्गदकङ्गणोत्तममहारत्नाङ्गुलीयाङ्गिता श्रीमद्बाहुचतुष्कसङ्गदगदा शङ्कारिभङ्गीरुहाम् काञ्चित् काञ्चन काञ्चिलाञ्चितलसत् पीताम्बरालम्बिनीम् आलम्बे विमलाम्बुजदुदिपदां मूर्तिं तवाब्धिच्छिदम्। पठन्तो नामानि प्रमदफलसिन्धौ निपतिताः स्मरन्तो रूपं ते वरद कथयन्तो गुणकथाः चरन्तो यभक्तास्त्वयि खलु रमन्ते परममून् अहं धन्यान् मन्ये समधिगत सर्वाभिलषितान्। विधूय क्लेशान् मे कुरु चरणयुग्मं धृतरसं भवक्षेत्रप्राप्तौ करमभिजते पूजनवितौ भवन्मूर्त्यालोकं नयन लोके नयनम् अदते पादतुलसी परिक्राणे घ्राणं श्रवणमभिते चारुचरिते।
ഹരേ നമഃ. ശ്രീ ഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ദശകം 7 ചൊല്ലാൻ പഠിക്കാം. നമ്മളെല്ലാവരും പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ ഗുരുവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ദശകം 7 ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ആദ്യം നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. ഭഗവാൻ ത്രിഗുണാത്മകവും സ്ഥൂലവുമായ വിരാട് പുരുഷ രൂപം സ്വീകരിച്ചതിന് ശേഷം സത്വം രജസ് എന്ന 2 ഗുണം മാത്രമുള്ള സൂക്ഷ്മമായ ബ്രഹ്മാവിന്റെ സ്വരൂപം സ്വീകരിച്ചു എന്ന് പറയുകയാണ് ഭട്ടതിരി ഈ ആദ്യത്തെ ശ്ലോകത്തില്. അർത്ഥം നോക്കാം. ദേവ, ഇപ്രകാരം 14 ലോകങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട നിന്തിരുവടി വീണ്ടും സ്വേച്ഛയാൽ അതിൻ്റെ മേൽഭാഗത്തുള്ള സത്യലോകമെന്ന് പറയപ്പെടുന്ന സ്ഥാനത്തിൽ ബ്രഹ്മാവായി പ്രത്യക്ഷപ്പെട്ടു. ആ ബ്രഹ്മാവിനെ 3 ലോകവും ചേർന്ന വിരാട് പുരുഷന്റെ ജീവാത്മാവായ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭൻ രജോഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്തുവാനുള്ള ആഗ്രഹത്തോട് കൂടിയവനായി ഭവിച്ചു. നമുക്ക് ശ്ലോകം നോക്കാം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോ ഭൂത്സ്പീദരജോ വികാര വികസന്നാനാ സിസൃക്ഷാരസഃ. ആ ശ്ലോകത്തിന്റെ പദം എങ്ങനെ പിരിക്കുന്നത് നോക്കാം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ജാതഃ അസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം യഹ അഭൂത് സ്പീദ രജോ വികാര വികസൻ നാനാ സിസൃക്ഷാരസഃ. ഒരു വട്ടം കൂടെ നോക്കാം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ജാതഃ അസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവാത്മകം യഹ അഭൂത് സ്ഫീത രജോ വികാര വികസൻ നാനാ സിസൃക്ഷാരസഃ. ഓരോ വരിയായിട്ട് നോക്കാം. ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ. രണ്ടാമത്തെ വരി നോക്കാം. തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. മൂന്നാമത്തെ വരി നോക്കാം. യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം
യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം. അവസാനത്തെ വരി നോക്കാം. യോ ഭൂത്സ്ഫീതരജോ വികാരവികസന്നാനാ സിസൃക്ഷാരസഃ. യോ ഭൂത്സ്ഫീതരജോ വികാരവികസന്നാനാ സിസൃക്ഷാരസഃ. യോ ഭൂത്സ്ഫീതരജോ വികാരവികസന്നാനാ സിസൃക്ഷാരസഃ. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോऽസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം. യോ ഭൂത്സ്ഫീതരജോ വികാരവികസന്നാനാ സിസൃക്ഷാരസഃ. നമുക്കിനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ശ്ലോകത്തിൽ സൃഷ്ടിശക്തി കൈവരുന്നതിന് തപസ് ചെയ്യണമെന്ന് ബ്രഹ്മാവിന് പ്രേരണ നൽകിയത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുകയാണ് ഭട്ടതിരി. ആ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയിൽ മനസ്സുറപ്പിച്ചവനായി തന്നെത്താൻ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിനെ ധ്യാനിക്കുന്നവനെങ്കിലും അതിനെ തീരെ ലഭിക്കാഞ്ഞിട്ട് ചിന്ത പൂണ്ട് ദുഃഖിച്ച് ഇരുന്നു. ലോകനാഥ അപ്പോൾ നിന്തിരുവടി തന്നെ തപസ്സിന് പ്രേരിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്യൂ എന്നിങ്ങനെ ചെവികൾക്ക് ഇമ്പമുണ്ടാക്കുന്ന അശരീരി വാക്ക് ആ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു. നമുക്ക് ശ്ലോകം നോക്കാം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ. താവത്ത്വം ജഗതാം പതേ തപതപേതേവം ഹി വൈഹായസീ. വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവം സ്തപ പ്രേരണാം. പദം പിരിക്കുന്ന എങ്ങനെ നോക്കാം. സഹ അയം വിസർഗദത്തഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലഃ തസ്തിവാൻ. താവത് ത്വം ജഗതാം പദേ തപ തപ ഇതി ഏവം ഹി വൈഹായസീം വാണീം ഏനം അശിശ്രവഃ ശ്രുതിസുഖാം കുർവൻ തപഃ പ്രേരണ. ഒരു വട്ടം കൂടെ നോക്കാം. സഹ അയം വിശ്വവിസർഗദത്തഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലഃ തസ്തിവാൻ. താവത് ത്വം ജഗതാം പദേ തപ തപ ഇതി ഏവം ഹി വൈഹായസീം വാണീം ഏനം അശിശ്രവഃ ശ്രുതിസുഖാം കുർവൻ തപഃ പ്രേരണ. ഓരോ വരിയായിട്ട് നമുക്ക് നോക്കാം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാനസ്വയം. രണ്ടാമത്തെ വരെ നോക്കാം. ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ.
बोधं खल्वनवाप्य विश्वविषयं चिन्ताकुलस्तस्तिवान् बोधं खल्वनवाप्य विश्वविषयं चिन्ताकुलस्तस्तिवान्. അടുത്ത വരി. तावत्त्वं जगतां पदे तपतपेतेवं हि वैहायसी. तावत्त्वं जगतां पदे तपतपेतेवं हि वैहायसी. तावत्त्वं जगतां पदे तपतपेतेवं हि वैहायसी. അവസാനത്തെ വരി. വാണി മേ നമശിശ്രവശ്രുതിസുഖാം കുർവം സ്തപ പ്രേരണാം. വാണി മേ നമശിശ്രവശ്രുതിസുഖാം കുർവം സ്തപ പ്രേരണാം. വാണി മേ നമശിശ്രവശ്രുതിസുഖാം കുർവം സ്തപ പ്രേരണാം. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. സോയം വിശ്വവിസർഗദത്തഹൃദയ സംപശ്യമാനസ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ. താവത്ത്വം ജഗതാം പദേ തപതപേതേവം ഹി വൈഹായസി. വാണി മേ നമശിശ്രവശ്രുതിസുഖാം കുർവം സ്തപ പ്രേരണാം. നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ശ്ലോകത്തിൽ അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്ന് പറയുകയാണ് ഭട്ടതിരി. ഏതൊരാളാണ് എന്നോട് പറഞ്ഞത് എന്ന് വെള്ളം നിറഞ്ഞ ലോകങ്ങൾക്കകത്ത് എല്ലാ ദിക്കുകളിലും നോക്കിയിട്ട് ഒന്നും കാണാതിരുന്നപ്പോൾ അശരീരിവാക്കിന്റെ അർത്ഥത്തെ നല്ലപോലെ ആലോചിച്ചറിഞ്ഞ് 1000 ദിവ്യവർഷങ്ങൾ തപസ് ചെയ്തു. അദ്ദേഹത്താൽ ആരാധിക്കപ്പെട്ട നിന്തിരുവടി താൻ വാണരുളുന്ന അത്യത്ഭുതമായ വൈകുണ്ഠ ലോകം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. ശ്ലോകം നോക്കാം. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യതാ. ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. പദം പിരിക്കുന്ന വിധം നോക്കാം. കഹ അസൗ മാം അവദത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്വീക്ഷ്യ കിമപി അനീക്ഷിതവതാ വാക്യാർത്ഥം ഉത്പശ്യത. ദിവ്യം വർഷസഹസ്രം ആത്തതപസാ തേന ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠം ഏകാത്ഭുതം. ഒരു വട്ടം കൂടെ നോക്കാം. കഹ അസൗ മാം അവദത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ഉദ്വീക്ഷ്യ കിമപി അനീക്ഷിതവതാ വാക്യാർത്ഥം ഉത്പശ്യത. ദിവ്യം വർഷസഹസ്രം ആത്തതപസാ തേന ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാൻ അസി സ്വനിലയം വൈകുണ്ഠം ഏകാത്ഭുതം. ഓരോ വരിയായിട്ട് നോക്കാം. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ
कोऽसौ मामवदत् पुमानिधि जलापूर्णे जगन्मण्डले कोऽसौ मामवदत् पुमानिधि जलापूर्णे जगन्मण्डले രണ്ടാമത്തെ വരി ദിക്ഷു ദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യതാ ദിക്ഷു ദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യതാ ദിക്ഷു ദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യതാ മൂന്നാമത്തെ വരി നോക്കാം ദിവ്യം വർഷസഹസ്രമാർത്തതപസാ തേന ത്വമാരാധിതഃ ദിവ്യം വർഷസഹസ്രമാർത്തതപസാ തേന ത്വമാരാധിതഃ ദിവ്യം വർഷസഹസ്രമാർത്തതപസാ തേന ത്വമാരാധിതഃ സന്തവരി തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷു ദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുത്പശ്യതാ ദിവ്യം വർഷസഹസ്രമാർത്തതപസാ തേന ത്വമാരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. നമുക്ക് നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇനിയുള്ള 3 ശ്ലോകങ്ങൾ കൊണ്ട് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത വൈകുണ്ഠ ലോകത്തിന്റെ അത്യത്ഭുതത്വം വർണ്ണിക്കുകയാണ് ഭട്ടതിരി. ശ്ലോകം 4 നോക്കാം. സർവവ്യാപിയായ ഭഗവാനെ, ലോകങ്ങളുടെ എല്ലാം പുറത്ത് വിളങ്ങുന്ന ആ സ്ഥലത്ത് മായ ഒരിക്കലും ഭേദബോധം ജനിപ്പിക്കുന്നില്ല. ദുഃഖം, കോപം, മൗഢ്യം, ഭയം മുതലായ മനോഭാവങ്ങളാകട്ടെ ദൂരെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. മഹാതേജ പ്രകാശരൂപമായ ആ പ്രദേശത്ത് പരമാനന്ദ പ്രവാഹവുമുണ്ട്. ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠമെന്ന നിന്തിരുവടിയുടെ വാസസ്ഥലം വിജയിച്ചരുളുന്നു. ശ്ലോകം നോക്കാം. മായായത്ര കദാപി നോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. പദം പിരിക്കുന്ന വിധം നോക്കാം. മായാ യത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യഃ ബഹിഃ ശോക ക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാഃ തു ദൂരം ഗതാഃ സാന്ദ്ര ആനന്ദചരീ ച യത്ര പരമജ്യോതിഃ പ്രകാശാത്മകേ തത് തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഒരു വട്ടം കൂടെ നോക്കാം. മായാ യത്ര കദാപി നോ വികുരുതേ
भाते जगद्भ्यः बहिः शोकक्रोधविमोह साध्वसमुखा भावाः तु दूरं गताः सान्द्र आनन्दचरी च यत्र परमज्योतिः प्रकाशात्मके तत् ते धाम विभावितं വിജയത്തെ വൈകുണ്ഠരൂപം വിഭു. ഓരോ വരിയായിട്ട് നോക്കാം. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ. രണ്ടാമത്തെ വരി. ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ. മൂന്നാമത്തെ വരി നോക്കാം. സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതി പ്രകാശാത്മകേ സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതി പ്രകാശാത്മകേ സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതി പ്രകാശാത്മകേ. അവസാനത്തെ വരി. തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. നാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. മായായത്ര കദാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദചരീ ച യത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ മാത്രമേ വൈകുണ്ഠ രൂപത്തിലുള്ളൂ എന്ന് പറയുകയാണ് ഭട്ടതിരി ഈ അഞ്ചാമത്തെ ശ്ലോകത്തില്. ആ വൈകുണ്ഠ ലോകത്തിൽ 4 കൈകളും നീലരത്നം പോലെ തെളിഞ്ഞ നീല നിറവുമായി രത്നപ്രകാശം പരത്തുന്ന പലവക ഭൂഷണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന ഭക്തി കൊണ്ട് ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യജനങ്ങളാണ് വിളയാടുന്നത്. മാലിന്യമെല്ലാം അകന്ന വൈകുണ്ഠം എന്ന നിന്തിരുവടിയുടെ ആ ലോകം വിജയിച്ചരുളുമാറാകട്ടെ. ശ്ലോകം നോക്കാം. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവദാദത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാ ജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്.
പദം പിരിക്കുന്ന വിധം നോക്കാം. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണിശ്യാമാ അവദാദത്വിഷഃ നാനാഭൂഷണ രത്ന ദീപിത ദിശഃ രാജത് വിമാന ആലയാഃ ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നതപദാ ദീവ്യന്തി ദിവ്യാ ജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഒരു വട്ടം കൂടെ നോക്കാം. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാ അവദാദത്വിഷഃ നാനാഭൂഷണ രത്നദീപിത ദിശഃ രാജത് വിമാന ആലയാഃ ഭക്തിപ്രാപ്ത തഥാവിധ ഉന്നതപദാ ദീവ്യന്തി ദിവ്യാ ജനാഃ തത് തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഓരോ വരിയായിട്ട് നോക്കാം. യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവദാദത്വിഷോ യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവദാദത്വിഷോ യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവദാദത്വിഷോ. രണ്ടാമത്തെ വരി. നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ. മൂന്നാമത്തെ വരി. ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദീവ്യന്തി ദിവ്യാ ജനാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദീവ്യന്തി ദിവ്യാ ജനാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദീവ്യന്തി ദിവ്യാ ജനാഃ. അവസാനത്തെ വരി. തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവദാദത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദീവ്യന്തി ദിവ്യാ ജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മുടെ ഏഴാമത്തെ ദശകത്തിന്റെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ വായിക്കാൻ പഠിച്ചു. ഇനി അടുത്ത സെഷനിൽ ബാക്കി 5 പഠിക്കും. നാരായണ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.